ചിരിപ്പിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. മീറ്റർ കുറച്ചൊന്ന് മാറിയാൽ ചിരിയുടെ ലക്ഷ്യം മാറും. സംഗതി ആകെ ബോറാവും. ഇവനാരാ? ഞാനൊരു വേലക്കാരനായിട്ട് വന്നതാണമ്മേ. വേലക്കാരനായിട്ടോ? അപ്പൊ ശരിക്കുള്ള വേലക്കാരനല്ലേ നീ? മലയാള സിനിമയിൽ ചിരി ചിത്രങ്ങൾക്ക് കൃത്യമായൊരു വഴി തുറന്നു കിട്ടുന്നത് ശ്രീനിവാസന്റെ കടന്നുവരവോടെയാണ്. അല്ല സാറിന് തോന്നിയെല്ലാം ഓടിച്ചോ. ഞാൻ ഓടിക്കും. ഞാനേ പോളിടെക്നിക്ക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. ചിരിയിലൂടെ കഥ പറയുന്ന നറേഷൻ പാറ്റേൺ, കണ്ടിന്യൂസ് ബോക്സ് ഓഫീസ് ഹിറ്റുകൾ മലയാള സിനിമയിൽ സൃഷ്ടിച്ചു തുടങ്ങിയത് ശ്രീനിവാസൻ സ്ക്രിപ്റ്റുകളിലൂടെയാണ്. സ്റ്റാർട്ട് ആക്ഷൻ കട്ട്. മനസ്സിലായില്ല. സ്റ്റാർട്ട് ആക്ഷൻ കട്ട്. ഇതില് ഏതാണ് മനസ്സിലാവാത്തത്? അപ്പൊ ലൈറ്റപ്പ് ഒന്നും ചെയ്യണ്ടേ? ചെയ്യണം. ലൈറ്റപ്പ് ചെയ്തോളൂ. ചിരി ചരിത്രം വഴിമാറി നടന്നു തുടങ്ങുന്നത് അവിടെ മുതലാണ്. 1980s പ്രിയദർശൻ സിനിമകൾ വിജയങ്ങളാവുന്നതോടെയാണ് ചിരി പടങ്ങളുടെ ഒരു വേവ് മലയാള സിനിമയിൽ ഉണ്ടാവുന്നത്. ചിരിയുടെ ബോക്സ് ഓഫീസ് സാധ്യത കൃത്യമായി പ്രിയദർശൻ തിരിച്ചറിഞ്ഞു. പൂച്ചയ്ക്ക് ഒരു മൂക്കുത്തിയായിരുന്നു തുടക്കം. നായകനെ തന്നെ കോമഡി റോളിൽ ഫിക്സ് ചെയ്തുള്ള ഫുൾ ഫ്ലെഡ്ജ് കോമഡി മൂവീസ് അതിനുശേഷമാണ് തുടർച്ചയായി വന്നു തുടങ്ങിയത്. ഏതാണ്ട് അതേ സമയത്താണ് കുറുക്കന്റെ കല്യാണം എന്ന സിനിമയുമായി സത്യൻ അന്തിക്കാട് വരുന്നത്. നിങ്ങൾ ഇന്നലെ ആശുപത്രി കിടന്നതോ അതോ ഇന്ന് പോയതോ? ഇപ്പൊ പോയുള്ളൂ. അതെ, ഇന്ന് എവിടെയാണ് വേദന? ഇവിടെയുമാണ് ശക്തിയായ വേദന. നർമ്മം തന്നെയായിരുന്നു സത്യൻ അന്തിക്കാട് സിനിമയുടെ പ്ലസ് പോയിന്റ്. നാട്ടുമ്പുറത്തുള്ള കഥാപാത്രങ്ങളിലൂടെ അവിടെ നടക്കുന്ന സംഭവങ്ങളിലൂടെ നർമ്മം വളരെ സ്വാഭാവികമായി സ്ക്രീനിൽ നിറയുന്നത് മലയാളി കണ്ടു തുടങ്ങി. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. വേഷം മാറി നടക്കുന്ന ഒരു CID ആണ് ഞാൻ. ഈ കോന്തനാണ് CID. കോന്തനാണെങ്കിൽ ഭയങ്കര ബുദ്ധിയായിരിക്കും. പ്രധാന കഥാപാത്രങ്ങളെ മാത്രമല്ല വളരെ ചെറിയ വേഷക്കാരെ പോലും പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു തുടങ്ങി. തലയുടെ അസുഖം എങ്ങനെയുണ്ട് ചന്ദ്രേട്ടാ? മരവിപ്പല്ല മാറിയെന്ന് പറഞ്ഞതാ. ചിരിയായിരുന്നു ലക്ഷ്യമെങ്കിലും സത്യൻ അന്തിക്കാടും പ്രിയദർശനും രണ്ടു രീതികളാണ് അതിനുവേണ്ടി സ്വീകരിച്ചത്. രണ്ട് രീതികൾക്കും അതിൻ്റെതായ ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടു രീതികളും പ്രേക്ഷകർ ഇഷ്ടത്തോടെ സ്വീകരിച്ചു. വളരെ ഓർഗാനിക് ആയ രീതിയിൽ ഹാസ്യം കണ്ടെത്താൻ സത്യൻ അന്തിക്കാട് ശ്രദ്ധിച്ചപ്പോൾ സിറ്റുവേഷൻസ് കുറച്ച് എക്സാജറേറ്റ് ചെയ്താണെങ്കിലും പ്രേക്ഷകനെ പൊട്ടിച്ചിരിപ്പിക്കുക എന്നതിലാണ് പ്രിയദർശൻ ഫോക്കസ് ചെയ്തത്. ഈ ദുനിയാവിൽ ആരും കൊടുക്കാത്ത വിലക്ക് ഈത്തപ്പയ. പ്രിയദർശനും സത്യൻ അന്തിക്കാടും ചൂടുവിർപ്പിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെയാണ് ശ്രീനിവാസന്റെ എൻട്രി. ഇത് നിന്റെ ബനിയനല്ലേ? ഇന്ന് ഒരു ദിവസത്തേക്ക് ഞാൻ ഇട്ടോട്ടെ. വേണ്ട, ഞാൻ ഇട്ടോളാം. അല്ല, ഇന്ന് ഒറ്റ ദിവസത്തേക്ക് മതിയേ. നിന്നോട് ഞാൻ സത്യം പറയാം, ഇന്ന് എന്റെ നാട്ടിൽ നിന്ന് നല്ലൊരു ഫാമിലി റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. വളരെ സീരിയസ് ആയിട്ടുള്ള ആക്ടർ എന്ന രീതിയിലാണ് ശ്രീനിവാസന്റെ വരവ്. സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ വല്ല ഡോക്ടറോ കലക്ടറോ അങ്ങനെ എന്തെങ്കിലും ആയി പോകുമായിരുന്നു. ഒരു ബുദ്ധിജീവിയായി. പക്ഷേ അദ്ദേഹത്തിനുള്ളിൽ ഗംഭീരമായ നർമ്മമുണ്ടെന്ന് ആദ്യം തിരിച്ചറിയുന്നത് പ്രിയദർശനാണ്. തല്ലിക്കോ, ഇനിയും തല്ലിക്കോ. അഭിനയിക്കാൻ വേഷം തരണമെങ്കിൽ സ്ക്രിപ്റ്റ് എഴുത്തിൽ സഹായിക്കണം എന്നായിരുന്നു ശ്രീനിയോട് പ്രിയദർശൻ വെച്ച ഡിമാൻഡ്. ഭഗവാനെ, ഇവനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നല്ലൊരു വേഷത്തിന് വേണ്ടി ഞാൻ എത്ര തവണ സാറിന്റെ അടുത്ത് വന്നു. നിവർത്തികേട് കൊണ്ടാണ് താൻ സ്ക്രിപ്റ്റ് എഴുത്തിലേക്ക് തിരിഞ്ഞതെന്ന് ശ്രീനിവാസൻ ഒരിക്കൽ തമാശ രൂപേണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഡിസിഷൻ ശ്രീനിവാസന്റെ മാത്രമല്ല, മലയാള സിനിമയുടെ കൂടെ തലവരെയാണ് മാറ്റിയത്. നോവലിസ്റ്റാണ്. അതെ, നോവൽ എഴുതാത്ത സമയത്ത് ടൈലറാണ്. എന്റെ ഫസ്റ്റ് വർക്ക് ചിറകുടിഞ്ഞ കിനാവുകൾ. ഒരു കോപ്പി തരട്ടെ? സത്യൻ അന്തിക്കാടും പ്രിയദർശനും രണ്ട് രീതികളിൽ ശ്രീനിവാസൻ കഥകളെ സിനിമയിലാക്കി. രണ്ട് രീതികൾക്കും നല്ല രീതിയിൽ അക്സെപ്റ്റൻസും കിട്ടി. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. ശ്രീനിയുടെ എഴുത്തിനെയും കഥാപാത്രങ്ങളെയും പ്രിയദർശൻ സമീപിച്ച രീതിയിൽ അല്ല സത്യൻ അന്തിക്കാട് സമീപിച്ചത്. പ്രിയദർശൻ
പ്രിയദർശന്റെ ടേസ്റ്റ് മനസ്സിലാക്കി ഓടരുതമ്മാവ ആളറിയാം, മഴ പെയ്യുന്നു മതലം കൊട്ടുന്നു, അരം പ്ലസ് അരം, ചന്ദ്രലേഖ തുടങ്ങിയ സിനിമകൾ എഴുതിയ ശ്രീനി സത്യനന്ദിക്കാടിനു വേണ്ടി തികച്ചും വേറിട്ട ഒരു സമീപന രീതിയാണ് സ്വീകരിച്ചത്. ഇതെങ്ങനെ മേസ്ത്രി ഉണ്ടായത്? ഞാൻ ഈ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ സംഭവിച്ചാ ടി.പി. ബാലഗോപാലനും ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റും നാടോടിക്കാറ്റും വരവേൽപ്പും സന്ദേശവും ഒക്കെ ഓർക്കുക. നാരിയൽ കാ പാനി എന്താ? നാരിയൽ പാനി ക്യാ ക്യാ? ഹംകോ പീനെ കെ ലിയെ നാരിയൽ കാ പാനി ലാവോ? എന്താണ് മൂക്ക് ചോദിക്കുന്നത്? നർമ്മ മുഖമുദ്രയാക്കിയ ബാലചന്ദ്ര മേനോൻ സിനിമകളിൽ വേറൊരു പാറ്റേൺ ആണ് പിന്തുടർന്നത്. ആദ്യ സിനിമ ഉത്രാട രാത്രിയിൽ ഹ്യൂമർ ഉണ്ടായിരുന്നില്ലെങ്കിലും നർമ്മത്തിലൂടെ കഥ പറയുകയാണ് തന്റെ വഴിയെന്ന് വൈകാതെ മേനോൻ തിരിച്ചറിഞ്ഞു. ബാലചന്ദ്ര മേനോൻ സിനിമകൾക്ക് ചിരിയുടെ വേറൊരു മുഖമായിരുന്നു. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ചിരിയോ ചിരി, കേൾക്കാത്ത ശബ്ദം, മണിയൻ പിള്ള അഥവാ മണിയൻ പിള്ള, കാര്യം നിസ്സാരം, പ്രശ്നം ഗുരുതരം, ഏപ്രിൽ 18, അങ്ങനെ ടൈറ്റിലുകളിൽ പോലും മേനോൻ ടച്ച് കൊണ്ടുവന്ന് ബാലചന്ദ്ര മേനോൻ കയ്യടി നേടി. ഞാൻ ഇരിക്കാൻ വന്നൊന്നുമല്ല, ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം. ഞാൻ അങ്ങനെ ആരെയും ഇരുത്താറില്ല. പിന്നെ ഇതെന്റെ വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് നിങ്ങളെ പോലെ വിവരവും വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികൾ വരുമ്പോൾ ഇരിക്കാനെങ്കിലും പറയേണ്ടത് എന്റെ ഒരു മര്യാദ. മലയാളിയെ ചിരിപ്പിച്ച് പൊട്ടിച്ചിരിപ്പിച്ച സിനിമകളുടെ ചരിത്രം പറയുമ്പോൾ പഞ്ചവടിപ്പാലം എന്ന സിനിമയെ കുറിച്ച് പറയാതെ പോകാൻ കഴിയില്ല. ഞാൻ എന്ത് കാണിച്ചെന്നാ? ഞാൻ എങ്ങോട്ടാ ഓടിയത്? സെക്രട്ടറിന്റെ തെക്കേ നട സത്യാഗ്രഹം കണ്ടോണ്ട് എന്നോട് പറഞ്ഞിട്ട് താൻ എങ്ങോട്ടാ ഓടിയത്? തെക്കേ നടക്കല്ല വടക്കേ നടക്കി നിൽക്കാനാണ് ഞാൻ പറഞ്ഞത്. KG ജോസ് സംവിധാനം ചെയ്ത പഞ്ചവടിപ്പാലം കാഴ്ചവെച്ചത് ഹാസ്യത്തിന്റെ മറ്റൊരു അവതരണ രീതിയായിരുന്നു. ഇന്ന് അതിരാവിലെ അടിയന്തരമായി കൂടി ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കേണ്ടതായി വന്നുകൊണ്ട് ഇങ്ങോട്ടുള്ള യാത്ര അല്പം വൈകി. ഈ നട്ടുച്ച സമയത്തും അക്ഷമരായി കാത്തിരുന്ന നിങ്ങളെ ഞാൻ ഹാർദവമായി അഭിനന്ദിക്കാം. ഒരു കാരിക്കേച്ചർ രീതിയിൽ ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്ത് അതിഗംഭീരമായൊരു വിഷയം ഈ സിനിമയിലൂടെ അവതരിപ്പിക്കപ്പെട്ടു. നമ്മുടെ സൊസൈറ്റിയിൽ ഇന്നും റെലവെന്റ് ആണ് പഞ്ചവടിപ്പാലം പറഞ്ഞ കാര്യങ്ങൾ. പത്രത്തിൽ ഫോട്ടോ കാണുന്നതല്ലാതെ ഒരു മന്ത്രിയുടെ മുഖം നേരിട്ട് കണ്ടിട്ട് കാലം കുറയായി. സംവിധാന രംഗത്തേക്ക് കിടന്നപ്പോഴും നർമ്മത്തിന്റെ വഴിയിൽ തന്നെയാണ് ശ്രീനിവാസൻ തുടർന്നത്. വടക്ക് നോക്കി യന്ത്രവും ചിന്താവിഷ്ടയായ ശ്യാമളയും ഒക്കെ ചിരിയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ സിനിമയിലൂടെ ഓഡിയൻസിന് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം വലിയ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടാൻ നർമ്മത്തിലൂടെ കഴിയൂ എന്ന് ശ്രീനിവാസൻ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. இந்த மூட்டையெல்லாம் தூக்கி லாரில ஏத்திருப்பா. മൂട്ടെ? ஆமா மூட்டை. ഇതെന്തോന്ന് മൂട്ട ഫാക്ടറിയാ? അത് ശരി. അപ്പൊ ചുമടെടുക്കലാണ് ജോലി. തളത്തിൽ ദിനേശനും ദാസനും വിജയനും ഒക്കെ നമ്മൾ മലയാളികൾക്ക് വെറും കോമഡി കഥാപാത്രങ്ങളല്ല. അടുക്കളയിൽ വന്ന് ഇത്തിരി സഹായിച്ചാലെന്താ നിനക്ക്? പെണ്ണ് കേൾക്കും. കേട്ടാലെന്താ? നിനക്കത് പറയാം. എന്നോട് ഈയിടെയായിട്ട് അവൾ കുറച്ച് അനുഭവം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. മലയാള സിനിമയുടെ കോമഡി ട്രാക്ക് കീഴ്മേൽ മറിച്ച സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണ് സിദ്ദിഖ് ലാൽ. രാംജറ സ്പീക്കിംഗ് കോമഡിയുടെ സിനിമാ സാധ്യതകളെ തുറന്നിട്ടുകൊണ്ട് മലയാള സിനിമയുടെ ഗതി തന്നെ മാറ്റി എഴുതി. ടയർ 4 പുതിയതിടണം, പെയിന്റ് ചെയ്യണം, എന്തൊക്കെ പണിയുണ്ടോ അതൊക്കെ ചെയ്യണം. മൊത്തത്തിൽ ഇവരെ നല്ല കണ്ടീഷനാക്കി കുട്ടപ്പനാക്കി റോട്ടിലിറക്കണം. എന്തുവരും പറഞ്ഞേ പറ. താൻ തൊണ്ടി വെടികൊണ്ട പന്നിയായി നിൽക്കണേ. ലോട്ടറി അടിച്ചോ സാറിന്? ലോട്ടറി നിന്റെ അപ്പൻ നമ്മുടെ വായനലും എന്തൊക്കെയാ. പ്രിയദർശൻ കൊണ്ടുവന്ന സ്ലാപ്സ്റ്റിക് കോമഡി പാറ്റേണിൽ നിന്ന് മാറി ഡയലോഗ് കോമഡി ആയിരുന്നു സിദ്ദിഖ് ലാൽ സിനിമകളുടെ സ്പെഷ്യാലിറ്റി. മത്തായിച്ചൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള കോമഡി രീതികൾ പ്രേക്ഷകർ ഏറ്റെടുത്തു. മത്തയച്ചിട്ടുണ്ടോന്ന് അറിയാൻ വന്നതാ. ഇല്ല, ഉണ്ടില്ല, ഉണ്ണാൻ പോണേ ഉള്ളൂ. ഉണ്ണണ. സിദ്ദിഖ് ലാലിന്റെ വഴികൾ വേറൊരു രീതിയിൽ പുനർനിർമ്മിച്ചുകൊണ്ടാണ് റാഫി മെക്കാട്ടിൻ ചിത്രങ്ങൾ വിപണി സാധ്യതകൾ കണ്ടെത്തിയത്. സമ്പൂർണമായും മലയാള സിനിമ ചിരിയുടെ ഒഴുക്കിലേക്ക് നീങ്ങുകയായിരുന്നു. ഞാൻ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പിടിക്കണം. മിമിക്രിയിൽ നിന്നും സിനിമയിലേക്കുള്ള കുത്തൊഴുക്കായിരുന്നു പിന്നീട്. ജയറാം, ദിലീപ്, കലാഭവൻ മണി, ഹരിശ്രീ അശോകൻ, സലിം കുമാർ തുടങ്ങി കോമഡി താരങ്ങൾക്ക് നിന്ന് തിരിയാൻ സമയമില്ലാത്ത വിധം ചിരി ചിത്രങ്ങൾ മലയാള സിനിമ കീഴടക്കി. ഈ എല്ല് ശരിയാവുന്നില്ലല്ലോ. ഈ എല്ലൊക്കെ കൂടി ഞാൻ എവിടെ കൊണ്ടേ വെക്കും? കാർട്ടൂൺ സ്വഭാവമുള്ള കോമഡി രീതികളിലെ സിനിമാ സാധ്യത ആദ്യം തിരിച്ചറിഞ്ഞതും അതിനെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തതും ദിലീപായിരുന്നു. ഈ പറക്കും തളകിയായിരുന്നു അങ്ങനെ ഒരു സ്പാർക്ക് ദിലീപിന് നൽകിയത്.
സംവിധായകരും എഴുത്തുകാരുമാണ് ചിത്രങ്ങൾ ഒരുക്കിയതെങ്കിലും ദിലീപ് സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന സിനിമകൾ ഈ ഒരു ജോണറിലാണ് സ്റ്റിക്ക് ഓൺ ചെയ്തത്. തിളക്കവും CID മ്യൂസിയം, മീശമാധവും ഒക്കെ ചരിത്ര വിജയങ്ങളായപ്പോൾ മാറി ചിന്തിക്കാൻ ആരും മെനക്കെട്ടുമില്ല. This putty and that putty very match and this putty അയ്യോ ഞാൻ പറ്റില്ലാട്ടാ. ഒരേ അച്ചൽ വാർത്ത കോമഡി സിനിമകളിലെ പ്രവാഹങ്ങൾക്കിടയിലും കാസ്റ്റിംഗിലും നറേഷൻ സ്റ്റൈലിലും വ്യത്യസ്തത പുലർത്തിയ ചില കോമഡി ചിത്രങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ എടുത്തു പറയുന്നത് രാജമാണിക്യം എന്ന സിനിമയാണ്. എന്താണ് കോമഡി ചെയ്യാൻ അറിയാത്ത നടൻ എന്ന ഇമേജിൽ നിന്ന് മമ്മൂട്ടി എന്ന നടനെ പുറത്തു കൊണ്ടുവന്നു എന്നത് തന്നെയാണ് രാജമാണിക്യം എന്ന സിനിമയുടെ ഏറ്റവും വലിയ പ്രസക്തി. നമ്മൾ ഒരു വരവിടെ വരേണ്ടി വരും. ഗംഭീരമായ ഹാസ്യത്തിന്റെ ആവിഷ്കാരം എന്ന വിശേഷണം അർഹിക്കുന്ന പ്രാഞ്ചേട്ടൻ ആൻഡ് ദ സെയിന്റ് എന്ന സിനിമയെ നർമ്മചരിത്രം പറയുമ്പോൾ വിസ്മരിക്കാനാവില്ല. ഈ പൂരങ്ങളുടെ മാറ്റുവൻ ചട്ടുകങ്ങളെ പഞ്ചവടിപ്പാലം എന്ന സിനിമയുടെ കാരിക്കേച്ചർ പാറ്റേൺ വേറൊരു രീതിയിൽ വിഷ്വലൈസ് ചെയ്ത പ്രാഞ്ചിയേട്ടൻ അതുവരെയുള്ള നടപ്പ് ശീലങ്ങളെ പൊളിച്ചെഴുതി കയ്യടി നേടി. കോടീശ്വരനാണെങ്കിലും അതിന്റെ അഹങ്കാരമൊന്നും ഇല്ലാത്ത ആളാണ്. ആക്ഷേപഹാസ്യത്തിന്റെ അത്യപൂർവമായ സൗന്ദര്യം ഈ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നു. സ്റ്റേജിൽ ഒരു MP, ഒരു മന്ത്രി, ഒരു MLA, പിന്നെ ഫ്രഞ്ചേട്ടനോ? ഈ പത്മശ്രീ കിട്ടിയാലും ആരും ദോഷമൊന്നും പറയില്ല. പുതിയ തലമുറയിൽപ്പെട്ടവരിൽ ത്രൂ ഔട്ട് കോമഡി എന്ന ജോണറിൽ സിനിമ ഒരുക്കിയവരിൽ പ്രധാനികൾ ബിബിൻ ജോർജ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ കൂട്ടുകെട്ടാണ്. ഇങ്ങനെ സ്ലോ മോഷനിൽ നടക്കുന്നുണ്ട്. അതൊക്കെ വലിയ വലിയ ഹീറോസിന് പറഞ്ഞിട്ടുള്ളത്. അവരുടെ ആദ്യ ചിത്രം അമർ അക്ബർ അന്തോണി മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നാണ്. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ശരിക്കും സമൂഹത്തിന്റെ ഓരോ സിദ്ദിഖ് ലാൽ സിനിമാ ശൈലിയെ വേറൊരു രീതിയിൽ പുതുക്കി പണിയാൻ കരുത്തു കാട്ടി എന്ന് ബിബിൻ വിഷ്ണു കൂട്ടുകെട്ടിനെ വിശേഷിപ്പിക്കാം. ഇവന്റെയൊക്കെ സ്ഥിരം പരിപാടിയാണ് വിളിക്കാത്ത കല്യാണത്തിന് വന്ന് തിന്നിട്ടു നാണം കെട്ടവൻ. ഇവന്റെ കൂടെ വേറെ ആരെങ്കിലും ഒക്കെ കാണും. എല്ലാത്തിനെയും പിടിച്ച് പുറത്താക്കണം. മലയാള സിനിമയിലെ കോമഡിയുടെ ചരിത്രം ഇവിടെ തീരുന്നില്ല. ന്യൂജൻ കോമഡി നമ്മുടെ സിനിമയിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. അതേക്കുറിച്ച് വേറൊരു അവസരത്തിൽ പറയാം.